നമുക്കിന്ന് പച്ച തക്കാളി പച്ചടി എങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. പച്ചടി നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കലുണ്ട്. കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കും, മത്തൻ പച്ചടി ഉണ്ടാക്കും, അങ്ങനെ പല പച്ചടി ഉണ്ടാക്കലുണ്ട്. കല്യാണത്തിന് അധികവും നമുക്ക് കൂട്ടൽ കുമ്പളങ്ങ പച്ചടിയാണ്. പക്ഷേ നമ്മളിന്ന് എനിക്ക് ഒരു 2-3 പച്ച തക്കാളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സവോളയുടെ പകുതി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമ്മളിനി പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് കുമ്പളങ്ങയൊക്കെയാണെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കും. തക്കാളിക്ക് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയിൽ ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച പച്ചത്തക്കാളിയും ഒരു കഷ്ണം സവോളയും കൂടി അരിഞ്ഞു വെച്ചത് ഇതിനകത്തോട്ട് ഇടാം. സാധാരണ പച്ചടിക്ക് നമ്മൾ വേവിച്ചിട്ട് എടുത്തിട്ടാണ് പച്ചടി ഉണ്ടാക്കുക. നമുക്കിത് വഴറ്റാം. അതിനകത്തോട്ട് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് ആ തൈര് ഒഴിച്ചതിന് ശേഷം ഉപ്പ് ഇടുന്നതായിരിക്കും നല്ലത്, കുറച്ചും കൂടി. പക്ഷേ നമുക്ക് ആ കഷ്ണത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കാം. അത് അങ്ങനെ ചെറു തീയിൽ വേവട്ടെ. അടുത്തായിട്ട് നമുക്ക് അതിന് ചേർക്കേണ്ട അരവിന് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട്, കുറച്ച് കാന്താരി. ഈ കാന്താരി കുറച്ച് കൂടുതൽ ചേർന്ന് വെച്ചാൽ ഇതിന് എരിവില്ലാത്ത കാന്താരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് കാന്താരി. ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഉണ്ടായിന്. അതെൻ്റെ പച്ചമുളകിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. അതിൻ്റെ ഒരു കഷ്ണേ ഇട്ടുള്ളൂ. കാരണം കാന്താരിയുടെ കൂടെ എരിവ് കൂടിയെങ്കിലോ എന്ന് വെച്ച് ഒരു കഷ്ണം പച്ചമുളക്. പിന്നെ ലാസ്റ്റ് ചതക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂണ് കടുകും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം തേങ്ങ നല്ല പോലെ നല്ല ഇതായിട്ട് അരച്ചിട്ട് കടുകൊന്ന് പൊട്ടേ കൊണ്ടു. പിന്നെ ലാസ്റ്റ് കടുക് ഇട്ടിട്ടൊന്നത് ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പം നമുക്ക് അതിനായിട്ട് അരക്കാൻ വേണ്ടി നമ്മുടെ തക്കാളി വെന്ത് വെച്ചിട്ടുണ്ട്. നമുക്കതുകൊണ്ട് തീ ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങനെ വെന്തടിഞ്ഞ് പോകണമെന്നില്ല, നല്ല ഉടഞ്ഞു പോകാതെ എന്നാൽ ആവശ്യത്തിന് വേവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തണുക്കട്ടെ. തണുത്തതിന് ശേഷം അപ്പോഴത്തേന് നമുക്ക് അരച്ച് തരാം. അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം കുറച്ച് നല്ല തണുപ്പായിട്ടുണ്ട്, ചൂട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങയും കടുക് ഉടച്ചതേ ഉള്ളൂ, ഇങ്ങനെ ചതച്ചതും കൂടി ആയിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. നമ്മൾ അന്നേരം കഷ്ണത്തിന് കുറച്ചല്ലേ ഉപ്പിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പിടാം. തൈര് ഒഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് വേണ്ടി വരും. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം തേങ്ങ നന്നായി യോജിപ്പിച്ചു. അതിന് ശേഷം നമുക്ക് തൈര് ഒഴിക്കാം. ഞാനിപ്പോൾ നല്ല പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് ഇത്ര പോലെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നോക്കിയിട്ട്
അപ്പം നല്ല പാകത്തിന് ഉപ്പും ഒരു പുളിയാക്കി ചേർത്തിട്ടുണ്ട്. നമ്മുടെ പച്ചടിയുടെ റെഡിയായിരിക്കുകയാണ്. നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഒരു 2-3 പച്ച കരിവേപ്പിലയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കടുക് ഇതെല്ലാം വറുത്തിട്ട് വറവിലേക്ക് ഇട്ട് വഴറ്റിയത് കൊണ്ടാണ് നമുക്ക് പിന്നെ വറുത്തിടേണ്ടി വരുന്നില്ല. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് അപ്പം നമ്മുടെ പച്ച തക്കാളി കക്കരിക്കാന്ന് മാത്രമേ കിട്ടുള്ളൂ. പച്ച തക്കാളി നമ്മുടെ പച്ചത്തക്കാളി പച്ചടി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കാണാനും നല്ല ഭംഗിയില്ലേ? അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല എല്ലാ പച്ചടിയും പോലെ തന്നെയാണ് തക്കാളി. ഈ പച്ചത്തക്കാളി പഴുത്ത തക്കാളി ആകുമ്പോൾ കുറച്ച് പുളി കൂടുതലുണ്ടാവും. ഇതാകുമ്പോൾ അത്ര ഇതാവില്ല. പച്ചത്തക്കാളിയാണ് പച്ചടിക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടിപൊളി പച്ചടി റെഡി.